ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് രേണുസുതി. ക്യാൻസറിനെ തോൽപ്പിച്ച് താൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് രേണു നിരന്തരം പറയുന്നത്. ക്യാൻസർ തേർഡ് സ്റ്റേജ് കഴിയാറായി. അതിനാൽ ചികിത്സ കഴിഞ്ഞ് വേഗത്തിലാക്കണമെന്ന ശ്രമത്തിലാണ്. കീമോയ്ക്ക് വിധേയനാകും മുമ്പായി പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ട് എത്തിയിരിക്കുകയാണ് രേണുസുതി ഇപ്പോൾ. ഇത്ര വലിയ രോഗം പിടിപെട്ടിട്ടും സന്തോഷത്തോടെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ മാതൃകയാക്കണമെന്നും സ്നേഹിക്കണമെന്നും വേണ്ടിയാണെന്നും രേണു പറയുന്നു. പുതിയ വീഡിയോയിൽ മകൻ റിതുവും ഒപ്പമുണ്ടായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് രേണു ചികിത്സ തേടിയത്. മുടി മുറിച്ച് പുത്തൻ ലുക്കിലാണ് രേണു എത്തിയത്. ചികിത്സയ്ക്ക് മുന്നോടിയാണ് മുറിച്ചതും. രേണുവിൻ്റെ വാക്കുകളെ തുറന്ന് വായിക്കാം. മുടി മുറിച്ചതോടെ മുഖത്തിന് ചേഞ്ച് വന്നല്ലേ. ചേഞ്ചാകാൻ വേണ്ടി മുറിച്ചതല്ല. 3 ദിവസമായി ഹോസ്പിറ്റലും വീടും മാത്രമായി ജീവിക്കുകയാണ് ഞാൻ. ആദ്യത്തെ ദിവസം ചെന്നപ്പോൾ ചികിത്സയുടെ കാര്യങ്ങളെല്ലാം സാർ പറഞ്ഞു തന്നു. കീമോ തുടങ്ങും മുമ്പ് കാർഡിയോളജിയിൽ നിന്ന് ലെങ്തിൻ്റെ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. കീമോ കട്ടി കൂടിയ മെഡിസിനാണ്. അത് ചെയ്യുന്നതിനിടെ ഹൃദയത്തിനോ ശ്വാസകോശത്തിനോ കുഴപ്പമില്ലെന്ന സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കീമോ ചെയ്യൂ. എക്കോ ടെസ്റ്റ്, ഇസിജി എല്ലാം എടുത്തു. അടുത്ത ദിവസം പോയി കീമോ പെട്ടെന്ന് ഇടണം. കീമോ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. അതുപോലെ ക്ലെൻസ് ഇടണം. അത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. കീമോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഓർക്കും ഞാൻ ഭയങ്കര ഹാപ്പിയായി സംസാരിക്കുന്നല്ലോ ഇരിക്കുന്നല്ലോ എന്ന്. ഹാപ്പിയായി സംസാരിക്കാനേ എനിക്ക് പറ്റൂ. കാരണം എന്നെപ്പോലെ ഇത്തരം രോഗങ്ങൾ കൊണ്ട് വേദന അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ ഇൻ്റർവ്യൂ പുറത്ത് വന്ന ശേഷം ഒരുപാട് പേർ വിളിച്ച് മെസ്സേജ് അയച്ചു. എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നവരുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി.